എല്ലായിടത്തും മണവാളനാണ്, മണവാട്ടിയാണ് ആദ്യം പെണ്ണിന്റെ വീട്ടിലെത്തത്. മണവാളൻ വന്നിട്ട് മണവാട്ടിനെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, രാജു വാ. ഓക്കെ, കിട്ടിയോ? അടിപൊളിയല്ലേ? അപ്പൊ നമ്മളെ എന്റെ കല്യാണത്തിന്റെ അതേ ക്യാമറമാൻ വീണ്ടും നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് ഗൈസ് അല്ലേ? നമുക്കൊക്കെ പിക്ക് എടുക്കാം, അത് കൊടുത്തൊരു പോകുമ്പോഴേക്ക്. ആദ്യം കല്യാണത്തിന്റെ പിക്കുകൾ നമുക്ക് എടുക്കാം അല്ലേ? ആ മാഷാ അല്ലാ, അടിപൊളി പിക്ക്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കാണിക്കല്ലേ, നമുക്ക് ത്രില്ല് പോവുള്ളൂ. അവർക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വേറെ വിടാം. ഒരു തുള്ളി വെള്ളം കുടിച്ചോളൂ എല്ലാവരും. എടി മണവാളൻ കാത്തിട്ടാണ്. ഓക്കെ, നമുക്കൊരു പണി ചെയ്യാം. അവിടുത്തെ ആ കൂത്തിരി കൂടി വെച്ചിട്ട് ആ സാധനം സെറ്റ് ചെയ്യാം. അതല്ല അവിടെ ഇനിയിപ്പോ മഹർ ഇട്ട് കൊടുക്കുന്ന ചടങ്ങുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് എടുത്താലോ ഷൂട്ട്. എന്നാ നടന്നോ, ഉള്ളിക്ക് നടന്നോ. അതായത് ഇതിപ്പോഴല്ല, ഇത് എൻട്രി വേറെ വരുന്നുണ്ട്. എൻട്രി എല്ലാരും വന്നിട്ട് മതി, എല്ലാരും വരട്ടെ. ഇത് മഹർ ഇടുന്ന ഇത് എന്താ അറിയോ, ഒരു വീഡിയോ എടുക്കാം. അപ്പൊ അങ്ങനെ ചക്കര വരുന്നുണ്ട്. വീഴാൻ നിൽക്കണ്ട. നമ്മൾ ചെയ്ത സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ? അപ്പോൾ ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ അല്ലമീൻ ഡെക്കറേഷൻ കാറ്ററിംഗ് ആണ്. കുറ്റിക്കോടുള്ള നമ്മളെ യൂനിസ്കാൻ്റെ ടീമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. തരാം ഫുഡും കാര്യങ്ങളും സ്റ്റേജും ഡെക്കറേഷനും ഈ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വരുന്നത് ഗൈസ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണം, കാരണം എന്തൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം തന്നെയാണ്. വണ്ടി പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ ഓരോരുത്തർ എത്തി തുടങ്ങുന്നുണ്ട്. ഇത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ ഫീൽസിൻ്റെ വക നമുക്ക് എന്തായാലും ഒരു ബുർജ് ഖലീഫ സമ്മാനിച്ചിട്ടുണ്ട്. എന്താ പാട് സമ്മാനിച്ചിട്ടുള്ളത്? ബുർജ് ഖലീഫ എവിടുന്നാണ്? പെരിന്തൽമണ്ണ. എവിടേക്കുള്ള ഷോപ്പ്? പെരിന്തൽമണ്ണ, മഞ്ചേരി, കോട്ടക്കല്. അടുത്ത മാസം കൊടുവള്ളി. ഈ മാസം കൊടുവള്ളി 13-ാം തീയതി. ഇവര് എല്ലായിടത്തും സജീവമാണ്. ഒരുവിധ ജിൽഷാദിന്റെ കല്യാണത്തിന് നമ്മൾ കൊടുത്ത എന്താ? ഈഫൽ ടവർ. ഇവിടെ നമ്മള് ബുർജ് ഖലീഫ. അവരൊരു പാർട്ട്ണറും കൂടിയാണ്, പേര് ജമീർ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇതിലൊരു പ്ലാനിങ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് വഴി നമ്മൾ ചെയ്യുന്നതാവും. ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റേജിൻ്റെ കാര്യങ്ങൾ, ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും കുഞ്ഞിപ്പോൾ അമ്മോനെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെന്താ അതായത് ഫ്രഷ് ജ്യൂസ് അടിക്കാൻ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മണ്ഡപം ഒന്ന് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. ഇനി ഒരു ശർക്കരയുടെ ഫോട്ടോ വരാനുണ്ട്. ഓക്കെ, ജാസിൻ്റെ പത. യെസ്, ഓക്കെ, ഇതാണ് എൻട്രൻസ് വരുന്നത് ഗൈസ്. അങ്ങനെ നമുക്ക് ആൾക്കാർ വരാനുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് എത്തിക്കണേ. എന്തായാലും ആൾക്കാരൊക്കെ ഇപ്പോൾ വരും. യെസ്, ഇന്നലെ വന്നില്ലല്ലോ, നമുക്ക് തരണ്ടേ ഞാൻ വരാം. ഓക്കെ അശിക ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റേജ് വരുന്നത് കേട്ടോ. സ്റ്റേജ് ഇതാണ് വരുന്നത്. രാജു ഇപ്പോൾ വരാട്ടോ. അല്ലേ? ആ, ഏത് ഈ സാധനങ്ങൾ അതൊക്കെ മാറ്റാം. ഇപ്പോൾ മാറ്റാം. ഞാൻ പോരാ, ഇതൊന്ന് കവർ ചെയ്തോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ അല്ലമീൻ കാറ്ററിംഗ് ഡെക്കറേഷനാണ്. ഇതൊക്കെ ഇവിടുന്ന് മാറ്റിട്ടോ. അതായത് സ്റ്റേജൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് വൃത്തിക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഫുഡിങ്ങിൻ്റെ അവിടെ പോവാം. അവിടെയാണ് അധോലോകം സൃഷ്ടിച്ചിട്ടുള്ള ഗൈസ്. ഫുഡും എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. പക്ഷേ നമുക്ക് ഫുഡിൻ്റെ അവിടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം എന്താക്കാം, പേരെന്താ? ഓക്കെ, നമുക്കിവിടെ പോപ്കോൺ വരുന്നുണ്ട്. പിന്നെ ഇത് പഞ്ഞിമുട്ടായില്ലേ? പഞ്ഞിമുട്ടായി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഹെർബൽ ടീ ആണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് തുടങ്ങിയിട്ടില്ല. ഒക്കെ ഫുഡിൻ്റെ ഒക്കെ പരിപാടികൾ തുടങ്ങുന്നു. ഐസ്ക്രീം എവിടെയുള്ളത്? പറഞ്ഞിട്ടുണ്ട് കോൺ ഐസ്ക്രീം. ആ, അപ്പോൾ ഐസ്ക്രീം കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ എന്താക്കാം സെറ്റിങ് കാണാം.
അതായത് ഒരു അറബിക് ടച്ചിലാണ് സെറ്റ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ ഈ ഒരു കളർ തീമാണ് ഇഷ്ടമായിട്ടുള്ളത്. ഒരു യെല്ലോയിലും വൈറ്റിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞ് എല്ലാവർക്കും പാസ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ ഒരു 4 ആൾ നിന്നിട്ട് പാസ് ചെയ്യും. ആരും ഭക്ഷണം കിട്ടാതെ പോകരുത്. ഓക്കെ, ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡെക്കറേഷൻ ടീമാണ് കേട്ടോ. അതായത് അന്നമീൻ കാറ്ററിങ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കാറ്ററിങ് ബോയ്സിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ബിരിയാണി ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബിരിയാണി കഴിക്കാത്തവർക്ക് നാടൻ ചോറിൻ്റെ സെറ്റപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാതും മാക്സിമം നമ്മൾ ചെയ്തതായിട്ട്. അപ്പോൾ എന്തായാലും ആളുകളൊക്കെ വന്ന് തുടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മളെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ മഹർ ഇടാൻ വേണ്ടി പോവുകയാണ്. മഹർ ഇട്ട് കഴിഞ്ഞിട്ടാണ് തിരക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ 1 മണിക്ക് ശേഷമാണ് തിരക്കുണ്ടാവുക. എന്താണ് എടുത്തിട്ടാ വീഡിയോ അല്ലേ പറഞ്ഞു, കാഷ്വലായിട്ട് നിന്നോളി. നല്ല ഹാപ്പി ആയിട്ടിരിക്കടാ. എല്ലാവരും ചിരിച്ചു നോക്കുക. ഫേസ് ടു ഫേസ് നോക്കിയടാ, ഫേസ് ടു ഫേസ് നോക്കടാ. ചിരിച്ചു നോക്കിയാൽ നല്ല ഹാപ്പി ആയിട്ട്. ഓക്കെ കേട്ടോ, അങ്ങനെ തന്നെ. ഉമ്മ അവിടെ നോക്കിക്കോട്ടോ, ഉമ്മ അവിടെ നോക്ക്. ഓക്കെ, നന്നായി ചിരിച്ചു നോക്കാം. ഉമ്മ ഇവിടെ നോക്കാം. റെഡി കേട്ടോ. ഓക്കെ, നന്നായി ചിരിച്ചു നോക്കി. ഓക്കെ, എടുത്തേ നിജോസെ ആ നെറ്റിയിലൊരു കൊടുക്കും. ഓക്കെ, കൊടുത്തോ 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 വേണ്ടേ? അതെ, ഇതൊക്കെ രസല്ലേ. ചെയ്തോ നിജസ്, ചെയ്തോ. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടോ? റെഡി, ഇവിടെ നോക്കി. എല്ലാവരും ഇവിടെ നോക്കി. ഓക്കെ, റെഡി. ഇവിടെ നോക്കട്ടാ, അവിടെ നോക്കാം. നിജസ് ഇവിടെ നോക്കുക. റെഡി, ഒന്നുകൂടെ. റെഡി, നന്നായി ചിരിച്ചു നോക്കിയേ. റെഡി, ഒന്നുകൂടെ കേട്ടോ. റെഡി, ഓക്കെ. ഇനി നമുക്ക് എല്ലാ ഫാമിലിയും കൂടെ നിൽക്കട്ടെ. നമുക്ക് പിന്നെ അവിടുന്ന് മറ്റേതാണോ അല്ലേ? അവിടെ മറ്റേ അല്ലേ അവരെ വിളിക്കുന്നില്ല. അപ്പോൾ നമ്മളെ റിലേറ്റീവ്സ് കൊണ്ടാണ്ട് എൻട്രി കൊടുത്താൽ മതി. അവിടുന്ന് അവരും ഒരുപാട് സ്റ്റാൻഡേർഡ് ആവും. കാരണം ഒരേ തലേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കല്ലേ? ആ, എനിക്ക് മറ്റേ ടേസ്റ്റ് ചെയ്തോ.